രാവിലെ 5 മണിക്ക് എണീച്ച് ഒരു റുട്ടീൻ പോലെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇപ്പം 9:19 ആയി. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് 5 മണിക്കെല്ലാം എണീച്ച് പഠിക്കാം. സെവൻത്തിലുള്ള ലൈക്ക് ആ ഹാബിറ്റെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് പൊടി തട്ടിയെടുക്കാം എന്നെല്ലാം വിചാരിച്ചാണ്. ബട്ട് ഈ വീഡിയോ എടുക്കുന്ന ഈ ഫോൺ കാണുന്നില്ലേ നില മുതൽ. എന്നിട്ട് ഇന്ന് രാവിലെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീച്ചു. പിന്നെ എനിക്ക് തീരെ കഴിയുന്നില്ല, കാരണം ഇന്നലെ ഞാൻ ഉറങ്ങിയത് 1 മണിക്കാണ്. അപ്പോൾ 5 മണിക്ക് എണീക്കുന്ന തീരെ റെഡി ആയില്ല. അപ്പോൾ ഞാൻ 9 മണി വരെ കിടന്നുറങ്ങി. ഇപ്പം ഞാൻ എണീച്ചിട്ടേ ഉള്ളൂ. സോ ഐ തോട്ട് കുഴപ്പമില്ല, ലെറ്റ്സ് ഡു ഇറ്റ് ലൈക്ക് ഒരു റൂട്ടീൻ പോലെ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന്. ബട്ട് ആക്ച്വലി ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഐ ഹാവ് 10th പാർട്ട് 1 ബുക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ബിക്കോസ് ഐ ഹാവ് 2 കസിൻസ്, ഒരാൾ +1 ഒരാൾ 10th. അതുകൊണ്ട് തന്നെ ഒരു എക്സാം എങ്ങനെയാണ് കാര്യങ്ങൾ അതെല്ലാം ഭയങ്കര ഒരു അറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റഡി ബ്ലോഗ് ഇടാൻ കാരണം എന്താ വെച്ചാൽ, എനിക്കിപ്പം വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പിന്നെ സീരീസ് കാണുക, അങ്ങനെ ടൈം വെറുതെ പോക്കണ്ട വെച്ചാൽ ഐ തോട്ട് ഒന്ന് എന്തെങ്കിലും ഒന്ന് വായിക്കെങ്കിലും ചെയ്യാം, just to make something productive out of me. That's all I want to talk about. So let's get into the video right now. അതിനു നിങ്ങളെല്ലാവരും എന്നോട് കുറേ ചോദിക്കുന്ന 10th പ്രിപ്പറേഷൻ വ്ളോഗ് എന്താ ഇടാത്തെന്ന് പറഞ്ഞിട്ട്. കാര്യം എന്താ വെച്ചാൽ ഞാനിതുവരെ പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ ബാച്ചിലും ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതെന്തായാലും ഞാൻ ഒരു സ്റ്റഡി വ്ളോഗ് പോലെ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യാം. ഇപ്പൊ സമയം 10:55 എന്ന് വെച്ചാൽ 11 മണിയായി. അപ്പം ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് സമയം എടുത്ത് മെല്ലെ ഓരോ വെറുതെ ഇങ്ങനെ അങ്ങനെയാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ ഇത്ര നേരം മറ്റേ ബൂംബ ചാനൽ കാണുന്നതിനും. സോ ഐ തോട്ട് കുറച്ച് നേരം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളെ കമൻസിനെല്ലാം റിപ്ലൈ തരാമെന്ന്.
കമൻസിനൊക്കെ റിപ്ലൈ എടുത്തു. ആൻഡ് ഐ വാസ് വാച്ചിങ് എ സീരീസ് സമ്മർ ഐ ടേൺ പ്രിട്ടി. ഞാൻ ഇതുവരെ കണ്ടു തീർത്തിക്കില്ല ഫസ്റ്റ് സീസൺ പോലും. അപ്പോൾ അതിൻ്റെ 6th എപ്പിസോഡ് ഇങ്ങനെ കണ്ടുകൊടുക്കുക. ആൻഡ് ഞാനിപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഐ തോട്ട് ഐൽ ഗോ വിത്ത് ബയോളജിയോ കെമിസ്ട്രിയോ. എൻ്റെ കയ്യിൽ ബുക്കുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു വന്നാൽ അതിൻ്റെ ഏതെങ്കിലും ക്ലാസ് കേൾക്കാം. ലൈക്ക് അതിൻ്റെ ഏതെങ്കിലും ക്ലാസ് എനിക്കിപ്പോൾ അത് പഠിക്കാൻ മൂടില്ലെങ്കിൽ ഞാനിപ്പോൾ PDF ഡൗൺലോഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അത് റെഫർ ചെയ്യും. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 4 ടെക്സ്റ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ അത് ഏതെങ്കിലും ഒന്ന് നോക്കാമെന്ന്. ആൻഡ് എൻ്റെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഞാൻ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്, സൈലത്തിൽ ജോയിൻ ചെയ്യണോ എജുപോർട്ടിൽ ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് എജുപോർട്ടിൽ ജോയിൻ ചെയ്യണം എന്നുണ്ട്. കാരണം 2 വർഷവും ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തു. സോ ഐ തോട്ട് ഒരു ചേഞ്ച് വേണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ മാക്സിമം നോക്കിയിട്ട് എജുപോർട്ടിൽ ജോയിൻ ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് സെറ്റ് എനിക്ക് ക്ലിയർ ആയിട്ടില്ല എന്നേനും. അപ്പോൾ പാരൻസിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കംഫർട്ടിന് ചൂസ് ചെയ്തോ. അപ്പോൾ എനിക്കിപ്പം ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്യുക സൈലം വേണോ എജുപോർട്ട് വേണോ, ഇങ്ങനെ ഏതെങ്കിലും ചേഞ്ച് ചെയ്യണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ആസ് എ 10th ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ റൂമിലേക്ക് വന്നിരുന്നു. കൈമന്ന് സ്ലിപ്പായിട്ട് നിലത്ത് വീണ് ബൗൾ പൊട്ടി. ഇപ്പം ഞാൻ അടുത്തുണ്ടാക്കുന്നു. അന്ന് ഇന്ന് കൊല്ലലായിരിക്കും. സോ ഇപ്പം സമയം 3 മണിയായി. ഇപ്പം ആണ് ലഞ്ച് കഴിച്ച് കഴിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു കെമിസ്ട്രിയോ ബയോളജിയോ പഠിക്കാം. അപ്പം എനിക്ക് ബയോളജി പഠിക്കാം മീൻസ് നമുക്ക് ഏതെങ്കിലും യൂട്യൂബ് ക്ലാസ് കാണാം. അങ്ങനെ ഞാൻ ബയോളജി കുറച്ച് പഠിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് ഞാൻ ചാപ്റ്റർ 1 ആയിട്ടുള്ള ജനറ്റിക്സ് ഓഫ് ലൈഫ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൽ അർച്ചന മിസ്സിൻ്റെ ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് പോലെ ഇട്ടു. അപ്പോൾ ഞാൻ വെച്ച് എന്നാൽ പിന്നെ ആ ലൈവ് കാണാം. അതൊരു 2 മണിക്കൂറിൻ്റെ ലൈവാണ്.